വറുത്തരക്കാതെ നല്ല കൊഴുകൊഴുത്ത ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. വേണ്ടുന്ന പച്ചക്കറികളൊക്കെ എടുക്കാം. ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇത്രയും പച്ചക്കറികളാണ് കേട്ടോ. ഈ ഒരു സാമ്പാർ കഴിച്ച പിന്നെ ഉണ്ടല്ലോ അച്ഛനമ്മയുടെ ഫാനായി കേട്ടോ. ചിലവരുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി പാചകമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കും. ഇനി ഇതാ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മല്ലിയാണ് കേട്ടോ, വീട്ടിൽ തന്നെ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട്, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് അത് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒത്തിരി വെള്ളം വെക്കേണ്ട കേട്ടോ, പിന്നെ തൂവിപ്പോവാതിരിക്കാനുള്ള സൂത്രപ്പണികളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ. ഇനി കുറച്ച് അതേ പരിപ്പും കുറച്ച് ഉഴുന്നും ഉലുവയും കൂടെ നമ്മൾ മാറ്റി വെച്ചാൽ പരിപ്പിതാ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിലെടുത്ത് വെച്ച പച്ചക്കറികളുണ്ടല്ലോ, അത് നമ്മളിതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് വെന്ത് വരട്ടെ. ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്യുന്നത് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആക്കിയിട്ട് അതിലേക്ക് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ പരിപ്പും കുറച്ച് ഉഴുന്നും ഉലുവയും കുറച്ച് ജീരകവും ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പുളി നമ്മൾ ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ, കുതിർത്ത് വയ്ക്കുക. ഇനി ചെയ്യുന്നത് എന്താ, അത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആ മുളക് പൊടി കാണുമ്പോൾ തന്നെ എനിക്കിവിടെ തൊണ്ടയിൽ കുത്തുന്നുണ്ട് കേട്ടോ. ഈ അരപ്പും ഇതിലേക്ക് ഈ ഒരു സംഭവം ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ ചൂടാക്കി വെച്ച കായവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. പുളി ഇനി നമുക്ക് നന്നായിട്ട് ഞെരടിയെടുക്കാം. അതും കൂടെ നമ്മൾ പകുതി വെന്ത് വന്നിട്ടുള്ള പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെന്ത പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നന്നായി തിളച്ച് വന്ന് ആവശ്യത്തിന് കുറുകി വന്നിട്ടാകുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കാനുള്ള പരിപാടിയൊക്കെ ഉള്ളത്. ഈ ജസ്റ്റ് ഒന്ന് തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നേരത്തെ ചേർത്ത് കൊടുത്താൽ ആകെ ഉടഞ്ഞ് അതിൻ്റെ പശിമയൊക്കെ വന്ന് ആകെ വൃത്തികേടായിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇത് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി അടച്ചു വെച്ച് വേവാനായിട്ട് വെച്ചു. വെന്ത് വന്നതിന് ശേഷം കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ എപ്പോഴും നല്ലതാണ്. മല്ലിയില വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതാ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കൽ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. കടുകും ഉലുവയും ഒക്കെ ഇട്ട് വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി കായം നമ്മൾ ഈ ഒരു കട്ടക്കായ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. നിങ്ങൾക്കതല്ല എങ്കിൽ പൊടി വാങ്ങിച്ചിട്ട് അതും ചേർക്കാം കേട്ടോ. കായ സാമ്പാറിൽ മസ്റ്റാണല്ലോ. അപ്പോൾ ഇതാ നമ്മൾ വറുത്തിട്ടും കൊടുത്തു. വറുത്തിടുക എന്നാണ് കേട്ടോ പറയുക. താളിക്കലും ഞങ്ങൾ കണ്ണൂരുകാരിൽ വറവിടുക എന്ന് പറയും. അപ്പോൾ ഇതാ വറുത്തിട്ടിട്ടുണ്ട്. ഇനി സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് ഇനി ചട്ടിയിലിരുന്ന് ഒന്നുകൂടെ കുറുകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി സാമ്പാറാണ്. നമ്മളുടെ എന്താ പറയുക കല്യാണത്തിൻ്റെ സാമ്പാറിൻ്റെയൊക്കെ ഒരു അടുത്തൊക്കെ വരും ഇതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് കേട്ടോ. അച്ഛന് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതെന്നെ ഷെയർ ചെയ്യാമെന്ന്. വറുത്തരച്ചിട്ടാണ് നമ്മൾ കണ്ണൂരുകാർ സാധാരണ സാമ്പാർ വെക്കാറുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ.